കൊച്ചി കലൂരിലെ നൃത്തപരിപാടിക്കിടയിൽ ഉമാ തോമസ് MLAയ്ക്ക് അപകടം പറ്റിയ സംഭവത്തിൽ കുറ്റപത്രം ഇതുവരെ പോലീസ് സമർപ്പിച്ചിട്ടില്ല. പ്രതിപക്ഷ MLA ആയതുകൊണ്ടാണ് പോലീസിന്റെ നിസ്സംഗതയെന്നാണ് ഉമാ തോമസ് MLA പറയുന്നത്. പരിപാടിയിൽ പങ്കെടുത്ത നടി ദിവ്യ ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അവർ അമേരിക്കയിലാണ് താമസം. ഡിസംബർ 29 വൈകിട്ടാണ് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ ഉമാ തോമസ് MLAയ്ക്ക് പരിക്കേൽക്കുന്നത്. 45 ദിവസം ആശുപത്രി കിടക്കയിൽ കിടന്ന ശേഷം തിരികെ ജീവിതത്തിലേക്കെത്തി. എന്നാൽ അപകടത്തിന് കാരണക്കാരായവർക്കെതിരെ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പോലീസിന് ഇതുവരെ ആയിട്ടില്ല. അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മാണമാണ് ഉമാ തോമസിനെ അപകടത്തിലേക്ക് തള്ളിവിട്ടത്. 2 കേസുകൾ സംഘാടകർക്കെതിരെ എടുത്തെങ്കിലും ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. നൃത്തസന്ധ്യയിലുണ്ടായിരുന്ന ദിവ്യ ഉണ്ണിയുടെ മൊഴിയെടുക്കാനാവാത്തതാണ് കുറ്റപത്രം വൈകാനുള്ള പ്രധാന കാരണം. ഇതിൽ കടുത്ത അതൃപ്തി ഉമാ തോമസ് രേഖപ്പെടുത്തി. ഇത് മൃദംഗവിഷൻ എന്ന അവരാണ് ഈ പരിപാടി നടത്തിയത്. അവരുടെ മാത്രം കുറ്റമാണെന്ന് പറഞ്ഞു. ഇവിടുന്ന് നോട്ടീസ് അയച്ചിട്ട് അവർ സ്വീകരിച്ചിട്ടില്ല, അത് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈവൻ നോട്ടീസ് പോലും ഇഷ്യൂ ചെയ്തിട്ടില്ല. ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളുടെ മേത്ത് അവർക്ക് ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ ബാലിശമായിട്ടാണ് തോന്നുന്നത്. ഗിന്നസ് റെക്കോർഡിന് എന്ന പേരിൽ മൃദംഗവിഷൻ എന്ന തട്ടിക്കൂട്ട് കമ്പനി നടത്തിയ തട്ടിക്കൂട്ട് പരിപാടിക്കെതിരെയുള്ള നടപടികൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അവസാനിച്ചു. പോലീസ് അന്വേഷണത്തിൽ പരിപാടിക്ക് അനുമതി നൽകിയ GCDAക്ക് ക്ലീൻ ചിറ്റും നൽകിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിയുടെ ജീവൻ അപകടത്തിലാക്കിയ പ്രതികൾക്കെതിരെ എന്തുകൊണ്ട് കുറ്റപത്രം വൈകുന്നുവെന്ന് ചോദിച്ചാൽ കാര്യമായ മറുപടിയൊന്നും പോലീസിനില്ല. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.